കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് അതീവ അപകടാവസ്ഥയിലാണ്. നിങ്ങളോട് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ മണിക്കൂറിലും പങ്കുവച്ചതാണ്. 60 വർഷം മുൻപ് പണിത ഹോസ്റ്റലിലാണ് കുട്ടികൾ ഇപ്പോഴും താമസിക്കുന്നത്. ഹോസ്റ്റലിന്റെ അപകടാവസ്ഥ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അത് കാണാം. വീഡിയോ എടുത്ത് മുഖ്യമന്ത്രി കഴിച്ചാൽ വീഡിയോ ഒക്കെ കൊടുക്കാം. അപ്പൊ ഇളകും. അത് കൊടുക്കല്ലേ. പ്രിയ പ്രേക്ഷകരെ, ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് തന്നെ കരുതുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാണ് നിങ്ങളോട് ഇനി പങ്കുവയ്ക്കാനുള്ളത്. ഈ വാർത്ത ഏറ്റവും ആദ്യം പങ്കുവച്ചത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസിന്റെ ഈ വാർത്തയോടുകൂടി ഈ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഹോസ്റ്റൽ അധികൃതരുടെ തിട്ടൂരം വന്നിരിക്കുന്നു. ഒരക്ഷരം വെളിയിൽ മിണ്ടിപ്പോകരുത് എന്നത്. ഷിനോജ് എസ്റ്റിയുണ്ട് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം. ഷിനോജ്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ഈ കുട്ടികളോട് ഹോസ്റ്റൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ? മോത്തി, ഇന്ന് രാവിലെ 7 മണിക്കാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ സഹിതം ഹോസ്റ്റലിലെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിലെ ദുരവസ്ഥ, അതുമായി ബന്ധപ്പെട്ട് ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താണ് സംബന്ധിച്ച് ദൃശ്യങ്ങൾ സഹിതം നമ്മൾ രാവിലെ വാർത്ത കൊടുക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർഡൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശം കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രതികരണവും മാധ്യമങ്ങൾക്ക് നൽകരുത്, മാധ്യമങ്ങൾ ആരെങ്കിലും തന്നെ ഇത്തരത്തിൽ വീഡിയോ പകർത്താൻ ശ്രമിച്ചാൽ അത് അനുവദിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഈ വാർഡൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. എന്തായാലും ഞാൻ അല്പസമയം മുമ്പും ആ ഹോസ്റ്റലിൻ്റെ ഭാഗത്ത് അവിടെ പോയി കണ്ടതാണ്. ഇപ്പോഴും ഈ മഴ ഇവിടെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇറ്റിറ്റ് അകത്തേക്ക് വീഴുന്നുണ്ട്. ഈ കുട്ടികൾ പഠിക്കുന്ന റൂമിനുള്ളിലേക്ക് തന്നെ വെള്ളം വീഴുന്ന അവസ്ഥയുണ്ട്. മാത്രമല്ല ഈ പ്ലാസ്റ്ററൊക്കെ തന്നെ ഇളകിയിരിക്കൊണ്ട് തുരുപിച്ച കമ്പികൾ നമുക്ക് കാണാം. ആ ഒരു തരത്തിലുള്ളൊരു അവസ്ഥയാണ് നിലവിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ആൺകുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലിലുള്ളത്. ഏകദേശം 60 വർഷം മുൻപ് പണിത കെട്ടിടമാണ് ഈ മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അതായത് ഈ മെനിങ്ങാന്ന് അപകടം നടന്ന ആ കെട്ടിടം പണിത അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ മെൻസ് ഹോസ്റ്റലും പണിതിരിക്കുന്നത്. ഭാവിയുടെ പ്രതീക്ഷയായി എത്ര കുട്ടികൾ പഠിക്കുന്ന താമസിക്കുന്ന ഇടമാണത്. അവിടെ ഈ ഒരു വാർഡന് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഇത്രയും പേരുടെ ജീവൻ അപകടത്തിലാക്കാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ തിട്ടൂരം നൽകിയിട്ടുള്ളത്? ഞാൻ അവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾ 4-5 പേര് കിടക്കുന്ന മുറിയല്ലേ, നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ചേട്ടാ എന്ത് ചെയ്യാനാണ്, വേറെ വഴിയൊന്നുമില്ല. പറഞ്ഞിരിക്കുന്നത് വാർഡൻ്റെ ഭാഗത്താണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സംസാരിക്കരുത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹോസ്റ്റൽ വാർഡനാണ്. സ്വാഭാവികമായും അവിടെ വീണ്ടും ഇനിയും അവിടെ നിന്ന് തന്നെ പഠിക്കേണ്ട കുട്ടികളാണ്. അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, പ്രതികരിക്കുന്നതിൽ അവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വലിയ രീതിയിൽ അവരെ പ്രഷറൊന്നും ചെയ്തില്ല. അവർ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ പറയുകയാണ്. അവർ മാധ്യമങ്ങൾ അല്ലാതെ ക്യാമറയ്ക്ക് മുന്നില്ലാതെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. സ്ഥിരമായി ഇത്തരത്തിൽ ഈ പൊടിഞ്ഞ് പോവുകയാണ്. ഈ പ്ലാസ്റ്ററൊക്കെ തന്നെ ചുവരിൻ്റെയും അതുപോലെ സീലിങ്ങിലെയും ഒക്കെ തന്നെ പ്ലാസ്റ്റർ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട്. കമ്പി നമുക്ക് തന്നെ നേരിട്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള കമ്പി നമുക്ക് കാണാൻ തുരുമ്പിച്ച തരത്തിലുള്ള കമ്പിയാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വാർഡൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നിർദ്ദേശം വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു വിഷയം നിൽക്കുന്ന സാഹചര്യത്തിൽ, ഈ മെഡിക്കൽ കോളേജിൽ അപകടം ഇങ്ങനെ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മെൻസ് ഹോസ്റ്റലിലെ വിഷയം കൂടി സജീവമായി ചർച്ചയിലേക്ക് വന്നാൽ അത് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കുമെന്ന് തന്നെ അവർക്കറിയാം, അധികാരികൾക്കറിയാം, നമ്മുടെ സിസ്റ്റത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ അപകടം നടന്ന ആദ്യ സമയത്ത് മെനിങ്ങാന്ന് ഇത്തരത്തിൽ ഉച്ചയോടുകൂടി അവിടെ തന്നെ വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറയണം, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ തന്നെ ഇത്തരത്തിൽ ഇനി നിങ്ങളൊരു അപകടം ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ അത് ഞങ്ങളുടെ മെൻസ് ഹോസ്റ്റലിൽ അപകടമായിരിക്കും. അവിടെ ഇനി ഇപ്പോഴും 100 കണക്കിന് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ തന്നെ മഴയത്തൊക്കെ തന്നെ വലിയ പ്രശ്നമുണ്ട്. ആ തരത്തിൽ ഇങ്ങോട്ട് വന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അവർ വളരെയധികം ഈ തരത്തിൽ വാർഡന്റെ നിർദ്ദേശം അവരെ അധികം സംബന്ധിച്ച് അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാർഡൻ തന്നെയാണ്. ആരാണ് ഈ വാർഡനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തി വിവരങ്ങൾ നമുക്ക് നിലവിലുണ്ടോ? ഈ വാർഡന്റെ ഒരു പ്രതികരണത്തിന് സാധ്യത ഉണ്ടാവില്ല എന്നറിയാം, എങ്കിൽ കൂടി നമുക്ക് അതിനൊന്ന് ശ്രമിക്കാവുന്നതാണെന്ന് തോന്നുന്നു, അല്ലേ ഷിനോജ്? വരും മണിക്കൂറിൽ അത്തരത്തെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വാർഡന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നതാണ്. എന്തായാലും
ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മൾ രാവിലെ 7 മണിക്ക് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ സഹിതം ഇത്തരത്തിലൊരു വാർത്ത നൽകുന്നു. ആ വാർത്തയിൽ ഇത് ചർച്ചയായതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കമൻറ്റും മാധ്യമങ്ങൾക്ക് നൽകരുത് എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഹോസ്റ്റൽ വാർഡന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. 100-ലധികം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്, വളരെ പഴക്കം ചെന്ന ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റൽ ഇവരെ ഇത്തരത്തിൽ പരാതി കൊടുക്കുന്നുണ്ട്. പല ഘട്ടത്തിൽ പരാതി കൊടുത്തതാണ്. പല സമയത്ത് PWDന് പരാതി കൊടുത്തു, തദ്ദേശ വകുപ്പിന് പരാതി കൊടുത്തു, ആരോഗ്യ വകുപ്പിനൊക്കെ പരാതി കൊടുത്തു, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി കൊടുത്തു. അങ്ങനെ പലതരത്തിൽ അവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിലൊക്കെ പരാതി അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ പരാതി കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസ് മാത്രം അവിടെ ചെയ്യും. പെയിൻ്റ് അടിക്കും, പെയിൻ്റ് അടിച്ചിട്ട് അങ്ങ് പോകും. പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെയിൻ്റനൻസ് മാത്രമാണ് നടക്കുന്നത്. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പെയിൻ്റ് അടിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് മാത്രമാണ് അവർ നടക്കുന്ന ഏക പണി. ഇത് അറ്റകുറ്റപ്പണി എന്നത് പെയിന്റ് അടിക്കുക, പുട്ടിയിടുക എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. കാലങ്ങളായി 1-2 വർഷമല്ല, 60 വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ, പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ഒന്ന് വിരൽ കൊണ്ട് തൊട്ടാൽ പോലും ഉള്ളിൽ നിന്ന് അതിന്റെ പ്ലാസ്റ്ററിംഗിലെ മണ്ണ് ഇളകി വരുന്ന അവസ്ഥയിലുള്ള ആ കെട്ടിടത്തിന്റെ ദുരവസ്ഥ മാധ്യമങ്ങളോട് ഒരക്ഷരം മിണ്ടരുത് എന്ന തിട്ടൂരമാണ് വാർഡൻ ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. ഇത് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവകാശത്തെ ഹനിക്കൽ കൂടിയാണ്. ഒപ്പം സുരക്ഷയോടെ ജീവിക്കാനുള്ള അവകാശം ഹനിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ആ കെട്ടിടം ഇത്രയധികം ക്ഷയിച്ചു നിന്നിട്ടും അതിന് താഴെ ഇത്രയധികം ജീവനുകൾ ഇപ്പോഴും ഉണ്ട് എന്നത് ഒരു പരിഗണന പോലും ഇവരാരും നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.